ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തണ്ണീർപ്പന്തൽ. പരിപാടികളൊക്കെ ആയിരുന്നു. നമ്മുടെ ഊണുകറിയൊക്കെ റെഡിയായിരുന്നു. എനിക്കൊരു ഊണ് കഴിക്കണമായിരുന്നു. വേണ്ടത് ഒരു മലയാളി കറി ഇപ്പൊ ഉണ്ടാക്കി തരല്ലോ. ഞാനൊന്ന് കൊടുക്കട്ടെ. ഓക്കെ. എന്തോ എന്തായി നമ്മുടെ വരാല് കറി? വരാൻ ചട്ടിയിലായിട്ടുണ്ട്. വെന്ത് വന്നത് എന്താ മതി. അപ്പൊ ഇതാ അവിടെ ഇരുന്ന് തിളക്കട്ടെ. പരിപാടി ചെമ്മീൻ റോസ്റ്റ്. ഇത് വെജിറ്റബിൾ കറി. ആഹാ, വെജിറ്റബിൾ കറി, ചെമ്മീൻ റോസ്റ്റ്. കറി ആയോ നോക്കട്ടെ. നമ്മുടെ കറി ആയിട്ടുണ്ട്. സെറ്റ്. നമുക്ക് ഇനി പച്ചവെളിച്ചെണ്ണ കരിയാപ്പില വെച്ച് വാങ്ങാവേ. ഓക്കെ. പച്ചവെളിച്ചെണ്ണ. ഞാൻ പോയി ചോറുന്നോ കപ്പ തിന്നോ? കഴിച്ചായിരുന്നോ? ചോറുണ്ടായിരുന്നോ? ഞാൻ കഴിച്ചായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പോഴേ അങ്ങനെ നമുക്ക് നമ്മുടെ ചൂട് വരാലക്കറി കൂട്ടി നല്ല അടിപൊളി ഒരു മീൽസ് പിടിച്ചാലോ? വാ തുടങ്ങാം. ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. നോക്ക്, ഇന്ന് നമുക്ക് അവിയലുണ്ട്, ക്യാബേജ് തോരനുണ്ട്, ഉണക്കമീൻ ചമ്മന്തിയുണ്ട്, പിന്നെ മാങ്ങ അച്ചാറ് വെള്ളക്കിട്ടത്, പിന്നെ ഇത് തീയലാണ്, കപ്പയുണ്ട്, പിന്നെ ഒരു കണ്ടാട്ടമുളകുണ്ട്, ഇടയ്ക്കൊന്ന് കടിച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതെ സാമ്പാർ, പുളിശ്ശേരി ഞാൻ എടുത്തില്ലായിരുന്നു, പച്ചമരം എടുത്തു. ഓക്കെ, എന്നാൽ നമുക്ക് നമ്മുടെ വരാല് കറി കൂട്ടി ഒരു പിടുത്തം പിടിക്കാം. കണ്ടാ വരാൽക്കറിയുടെ മണം മാത്രം മതി മോനെ. സെറ്റ്. വാവ്, പിന്നെ സോഫ്റ്റ് ആണോ? നല്ല ചൂടുണ്ട്. എൻ്റെ കൈ കൊള്ളുന്നു. പെർഫെക്റ്റ്. അതല്ലാലും ആഴ്ചയുടെ വരാലുകറിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതാ ഞാൻ ആഴ്ച കണ്ടപ്പോൾ തോന്നിയത് ഒരു വരാലുകറി വെച്ച് തരാൻ. അടിപൊളി ഗ്രേവി, ഉപ്പും പുളിയൊക്കെ അടിപൊളി. നമ്മുടെ വരാല് ചാറിലേക്ക് ഇച്ചിരി പച്ചമോരൊഴിക്കാം. ആക്ച്വലി മീൻചാറും പച്ചമോരും വിരുദ്ധാഹാരമാണെന്നൊരു വെപ്പുണ്ട്, പക്ഷെ അത് ഒടുക്കത്തെ കോമ്പിനേഷനാണ്. ഇത് മാത്രം മതി ഒരു പച്ചോറുണ്ണാൻ. നമ്മുടെ കപ്പയിലേക്ക് ഇച്ചിരി വരാലിൻ്റെ ചാറ് ഇങ്ങനെ ഒഴിച്ചാൽ കപ്പയും മീൻചാറും. ഒന്നും പറയാനില്ല ഗായ്സ്. അപ്പൊ തണ്ണീർപ്പന്തലിൽ വന്ന് ചോറുണ്ണുമ്പം വരാല് കറിയെ കൂട്ടാൻ മറക്കണ്ട കേട്ടോ. അടിപൊളിയായിരിക്കും, സെറ്റ് ആയിരിക്കും. ഓക്കെ, എന്നാലും നമുക്ക് തണ്ണീർപ്പന്തലിൽ വെച്ച് കാണാം. ബൈ.